യാത്രക്കാരെ വലയ്ക്കുകയാണ് എയർ ഇന്ത്യ. തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് 8:45 പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം 9 മണിക്കൂർ വൈകി പുറപ്പെടുമെന്ന് അറിയിക്കുന്നു. പ്രതിഷേധിച്ച യാത്രക്കാരെ ഹോട്ടലിലേക്ക് അയച്ചുവെങ്കിലും ഹോട്ടലിലും താമസം ഒരുക്കിയിരുന്നില്ല. തുടർന്ന് യാത്രക്കാർ ഹോട്ടലിന് മുന്നിലും പ്രതിഷേധിച്ചു. പിന്നാലെയാണ് എയർ ഇന്ത്യ അധികൃതർ ഹോട്ടലുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് വേണ്ട സൗകര്യം ഒരുക്കിയത്. രാഹുൽ ജിനാഥ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഈ വിമാനം വൈകാനുള്ള കാരണം? ആര്യ, വൈകാനുള്ള കാരണം നിലവിൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കാരണം പറയുമ്പോഴും രാവിലെ 8:45 പുറപ്പെടേണ്ട വിമാനമാണ്. 5 മണിയോടുകൂടി തന്നെ യാത്രക്കാരെല്ലാം വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ വൈകുന്നേരം 9 മണിക്കൂറോളം വൈകി മാത്രമാണ് വിമാനം പോകുന്നതെന്ന് പറയുന്നത്. ഇതിൽ യാത്രക്കാർ നേരിടുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളുമുണ്ട്. ഒന്ന്, കണക്ഷൻ ഫ്ലൈറ്റുകൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്ന് യാത്ര പുറപ്പെടേണ്ട ആളുകളുണ്ട്. മറ്റൊന്ന്, വിസ കാലാവധി കഴിയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇവർ ആ ഘട്ടത്തിൽ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചു. ആ സമയം ഇവർ പറഞ്ഞത് ഈ താമസം എന്തായാലും ഒഴിവാക്കാൻ കഴിയില്ല, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി മറ്റു ഹോട്ടലിലേക്ക് എയർ ഇന്ത്യയുടെ വാഹനത്തിൽ തന്നെ കൊണ്ട് അയക്കുകയാണ് ചെയ്തത്. അവിടെ പോയപ്പോഴും പ്രതിസന്ധി അവസാനിക്കുന്നില്ല. കാരണം ഈ മുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എയർ ഇന്ത്യ സജ്ജീകരിച്ചിരുന്നില്ല. അവിടെയും പ്രതിഷേധം ഉണ്ടാകുന്നു. നിലവിൽ ഇപ്പോൾ എന്തായാലും 6 മണിക്കെന്ന് പറഞ്ഞത് 7 മണിയിലേക്ക് മാറുകയാണ്. അതായത് വൈകുന്നേരം 7 മണിക്ക് മാത്രമാണ് ഇന്ന് രാവിലെ പുറപ്പെടേണ്ട വിമാനം പുറപ്പെടൂ എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഹോട്ടൽ മുറിയിൽ ഏതാണ്ട് 4 മണി വരെ ഇവർക്ക് അനുവാദമുള്ളൂ ഹോട്ടൽ മുറിയിൽ താമസിക്കാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളൊന്നും ചെയ്തിട്ടില്ല. വീണ്ടും ഇത് കാര്യങ്ങൾ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വൈകുമെന്ന് പറഞ്ഞത് ഈ യാത്രക്കാരെ അറിയിക്കാൻ ഏറെ വൈകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആര്യ.